ഇത്രയും സമഗ്രമായൊരു പട്ടിക മുസ്ലിം ലീഗിന് മാത്രമേ പുറത്തിറക്കാൻ കഴിയുള്ളൂ. ധാരാളം പുതുമുഖങ്ങൾ, അതിലേറെ യുവാക്കൾ, അഷ്റഫ് അലി പോലെയുള്ള ഞങ്ങളുടെ യൂത്ത് വിഭാഗത്തിൻ്റെ സമുന്നതരായ നേതാക്കൾ, അതോടൊപ്പം 2 വനിതകൾ ചരിത്രത്തിൽ ആദ്യമായി, ധാരാളം പുതുമുഖങ്ങൾ, അതോടൊപ്പം പരിചയസമ്പന്നരായ ആളുകൾ അവിടെയുണ്ട്. പോഷക സംഘടനകൾക്കൊക്കെ പ്രാതിനിധ്യം, യൂത്ത് ലീഗിന്, MSFന്, വനിതാ ലീഗിന്, കർഷക സംഘത്തിനടക്കം എല്ലാവർക്കും പ്രാതിനിധ്യം. അല്ല, ചില MLA-മാർ അനാരോഗ്യം കാരണം, ചിലത് അവിടെ പുതുമുഖങ്ങളെ നിർത്തേണ്ടത് അത്യാവശ്യമായി വന്നതുകൊണ്ടൊക്കെയാണ് സാഹചര്യങ്ങളും. പിന്നെ മുഴുവൻ ഭാരവാഹികളോടും, മുഴുവൻ ജില്ലാ കമ്മിറ്റികളോടും, മുഴുവൻ ബന്ധപ്പെട്ട പ്രവർത്തകരോടൊക്കെ ആലോചിച്ച് തങ്ങൾ പറഞ്ഞല്ലോ 2 ആഴ്ചയായി നിരന്തരമായി ഈ ചർച്ചകളിലാണ്. ആ ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന തീരുമാനമാണ്. അദ്ദേഹം ഒഴിഞ്ഞതാണ്. ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം മാറിയെന്നാണ്. എല്ലാ സീറ്റുകളിലും നല്ല വിജയപ്രതീക്ഷയുണ്ട്. ഇനി 2 സീറ്റ് പ്രഖ്യാപിക്കാനുണ്ടല്ലോ. 2 ദിവസം കൊണ്ട് പ്രഖ്യാപിക്കും. അത് ഒന്ന്, സീറ്റ് മാറ്റം കോൺഗ്രസുമായി ഫൈനലാകാത്തതുകൊണ്ടാണ്. പുനലൂര്, ചടയമംഗലം പിന്നെ തീരുമാനമായിട്ടില്ല. ചേലക്കരയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല.